Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എക്സാം തുടങ്ങാൻ പോവുകയാണ് ജൂൺ 19 മുതൽ. അപ്പോൾ എല്ലാവരും പഠനത്തിലുള്ള തിരക്കിലൊക്കെ ആയിരിക്കും, സ്റ്റഡി ലീവൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ മലയാളം എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷനിലെ വീഡിയോ ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വീഡിയോ കണ്ടു തുടങ്ങിക്കോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ 4th സെമ്മിന് ശേഷം ഇനി ഈ ചാനൽ വേണ്ട എന്നൊന്നും തോന്നണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റുകളൊക്കെ കറക്റ്റായിട്ട് അറിയാനായിട്ട് ഈ ചാനൽ വാച്ച് ചെയ്താൽ മതി. ഞാനത് കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഷോർട്സിലൂടെയൊക്കെ അറിയിക്കുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പോൾ കാണണമെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കുട്ടികളുടെ ചാനലാണ്. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇട്ട് തന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് എനിക്ക് ചെയ്യാവുന്ന ഒരു ഉപകാരം എന്ന രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എ സെക്ഷൻ അറിയാലോ എല്ലാവർക്കും. 2 മാർക്കാണ് എ സെക്ഷനിലെ മാർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ 25 മാർക്സാണ് സീലിങ്സ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നന്ദനാർ എന്ന തൂലിക നാമധാരിയുടെ യഥാർത്ഥ പേര് എഴുതുക. അതിൻ്റെ ആൻസർ വരുന്നത് PC ഗോപാലൻ. രണ്ടാമത്തെ ചോദ്യം, തായ്മൊഴി എന്ന ഭാഷാശാസ്ത്ര ഗ്രന്ഥം രചിച്ചതാര്? ആൻസർ MN കാരശ്ശേരി. മൂന്നാമത്തെ ചോദ്യം, മരണത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക, ജീവിതത്തെ വെറുത്തുകൊണ്ട് ജീവിക്കുക. ഏത് കഥാപാത്രമാണ് ഇപ്രകാരം ചിന്തിക്കുന്നത്? കൃതിയുടെ പേരെന്ത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഗോപിയാണ് ഇപ്രകാരം ചിന്തിക്കുന്നത്. നോവലിൻ്റെ പേര് അനുഭവങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നാലാമത്തെ ചോദ്യം, സന്ദേശം കടന്നു പോകുന്ന മാധ്യമത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം സഞ്ചാരപഥം. ആശയവിനിമയത്തിലെ ഘടകങ്ങളിൽ ഒന്നാണ് സഞ്ചാരപഥം. അഞ്ചാമത്തെ ചോദ്യം, പൗനരുക്ത്യം എത്ര വിധം, ഏതെല്ലാം? ആൻസർ വരുന്നത് 2 വിധത്തിലാണ് പൗനരുക്ത്യം ഉള്ളത്. അർത്ഥ പൗനരുക്ത്യവും ശബ്ദ പൗനരുക്ത്യവും. ആറാമത്തെ ചോദ്യം, വിമ്മിഷ്ടം, സ്വൈര്യം എന്നീ പദങ്ങളുടെ ശരിയായ രൂപങ്ങൾ എഴുതുക. ഉത്തരം വിമ്മിട്ടം, സ്വൈരം. ഏഴാമത്തെ ചോദ്യം, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമെന്ന നിലയിൽ P പവിത്രൻ നിർദ്ദേശിക്കുന്ന ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. എട്ടാമത്തെ ചോദ്യം, പ്രഥമ ദർശനത്തിൽ KP ശങ്കരനെ വിഭ്രമിപ്പിച്ച വിസ്തൃതമായ ചലച്ചിത്ര പരിഭാഷ ഏതാണ്? ഉത്തരം ചെമ്മീൻ. ഒൻപതാമത്തെ ചോദ്യം, റൂമിയുടെ 10 കവിതകളുടെ മലയാള പരിഭാഷ നടത്തിയത് ആര്? ഉത്തരം K ജയകുമാർ. പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ ദളിത് സാഹിത്യത്തിലെ പ്രധാന കൃതിയായ ജൂഡൻ രചിച്ചതാര്? ഈ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓം പ്രകാശ് വാൽമീകി. ജൂഡൻ എന്ന കൃതി ഉൾപ്പെടുന്നത് ആത്മകഥാ വിഭാഗത്തിലാണ്. 11ാമത്തെ ചോദ്യം, ഒസ്യത്ത് എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം M ഗോവിന്ദൻ. 12ാമത്തെ ചോദ്യം, സുരയ്യ എന്ന നാമപദം കൊണ്ട് വിവക്ഷിക്കുന്നതെന്ത്? ഉത്തരം കാർത്തിക നക്ഷത്രം. 13ാമത്തെ ചോദ്യം, ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം MK സാനു. 14ാമത്തെ ചോദ്യം, അംഗചലനങ്ങളാൽ ആശയവിനിമയം നടത്തുന്ന പഠനശാഖയുടെ പേരെന്ത്? ഉത്തരം ചോദ്യത്തിൽ തന്നെ ഉണ്ട്, അംഗവിക്ഷേപശാസ്ത്രം. അടുത്തത് ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ് 15ാമത്തെ ചോദ്യം. മലയാള ഗദ്യത്തിൽ അനാവശ്യമായി ഒരു കടന്നുകൂടിയത് ഇംഗ്ലീഷിൻ്റെ പ്രേരണ കൊണ്ടാണ്. ഇങ്ങനെ പ്രസ്താവിച്ചത് ആര്? ഉത്തരം കുട്ടിക്കൃഷ്ണമാരാർ.
ഇതോടുകൂടി ഒന്നാമത്തെ പാർട്ട് വീഡിയോ അവിടെ അവസാനിച്ചിരിക്കുകയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു എഴുത്തുകാരനെ കുറിച്ച് അവരുടെ കൃതികളെ കുറിച്ചിട്ടൊക്കെ നന്നായി ഒന്ന് മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ സെക്കൻഡ് പാർട്ട് വീഡിയോയും ഞാൻ ഉടനെ ഇടുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ചാനൽ ലിങ്ക് കൊടുക്കാം, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.